എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. വളരെ ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിക്കാനായിട്ടും ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പവുമാണ്. ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. അതിനു മുമ്പായിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ക്യാബേജ് വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാബേജ് ഒന്ന് 2ആയിട്ട് ഭാഗിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 2 ഭാഗമായിട്ട് ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു ലീഫ് ഒന്ന് അടർത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇത്രയും തന്നെ ക്യാബേജ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാബേജിൻ്റെ ഈ ഒരു തടിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കളയാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാബേജിൻ്റെ തടിച്ച ഭാഗമെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ക്യാബേജ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് നല്ല പോലെ തന്നെ തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ഓരോന്നായിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ക്യാബേജ് ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ ആ ഒരു പൊള്ളൽ ചുവയുണ്ടല്ലോ അതൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാബേജ് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ക്യാബേജിലാണ് ഫില്ലിങ് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് പൊട്ടിക്കാതെ തന്നെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ ക്യാബേജ് ഒന്ന് കോരി മാറ്റാം. ഇവിടെ ക്യാബേജ് വെള്ളത്തിൽ നിന്നും എല്ലാം മൂറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനായിട്ട് 3 ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് ചേർക്കാം. 1 സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഇനി കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി കൂടെ ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. സവാള നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള ക്യാബേജിൽ ഇതൊന്ന് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഓരോ ക്യാബേജ് ലീഫിലേക്കും തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലീഫ് ഈ ഒരു രീതിയിലൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. ആദ്യം പരത്തിയെടുത്തിട്ടുള്ളത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. വീണ്ടും മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മളിവിടെ എല്ലാ ക്യാബേജിലും ഫില്ലിംഗ് വെച്ച് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാൻ ആവശ്യമായ ബാറ്റർ ഒന്ന് തയ്യാറാക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് വെക്കാം. 1/2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി, 1/2 കപ്പ് മൈദ, 1/2 കപ്പ് അളവിൽ തന്നെ കടലപ്പൊടി, ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 നുള്ള് നല്ല ജീരകം ചേർക്കാം. 1/4 ടീസ്പൂൺ അളവില് മുളക് പൊടിയും കൂടെ ചേർത്ത് പൊടിയൊന്ന് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ടകളില്ലാതെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ക്യാബേജ് റോള് നമുക്ക് കത്രി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൂടെ എടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതെല്ലാം ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്കൊന്ന് പൊരിച്ച് തുടങ്ങാം. ഇനി നമുക്ക് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ബാറ്റർ എടുക്കുക. ഓരോന്നും ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇനി ഓരോന്നും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് കിട്ടാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. 2 വശവും നല്ലതുപോലെ മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ക്യാബേജ് സ്നാക്ക് എല്ലാം തന്നെയും നല്ല ക്രിസ്പി ആയിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നമുക്കുടൻ തന്നെ എണ്ണയിൽ നിന്നും ഇതെല്ലാം കോരി മാറ്റാം. നമുക്കൊരു ഹോളുള്ള പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി രണ്ടാമത് ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ സ്നാക്കും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ടും അതുപോലെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പവുമാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുടെ നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.